രാവിലെ ട്രിവാൻഡ്രത്ത് പോവാണ് നമ്മളൊരു വീഡിയോ എടുക്കാനായിട്ട്. വർക്കലയിലാണ് കേട്ടോ പോകണേ. അപ്പം ഞാൻ രാവിലെ ഇപ്പം 4 മണിയായിട്ടുള്ളൂ. ഞാനൊരു 3:45 എഴുന്നേറ്റ് കുളിച്ചിട്ട് ഇഡലി ഉണ്ടാക്കിയിട്ട് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇഡലി. അപ്പോൾ എല്ലാം ചെയ്തിട്ട് പോവുകയാണെങ്കിൽ പിള്ളേർക്ക് ക്ലാസ്സിൽ പോകാനും ഒക്കെ വേറെ ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡലിയാണ്. ഇഡലിയും തക്കാളിയുടെ ചട്നിയും കേട്ടോ, പെട്ടെന്ന് കഴിയുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ചോറ് കുക്കറിൽ അടപ്പയിലിട്ടിട്ടുണ്ട്. ഇഡലിയുടെ മാവ്, മീൻകറി. ഇത് ഞാൻ ഇന്നലെ രാത്രി വെച്ച് കേട്ടോ. അപ്പം രാത്രി വെച്ച് വെക്കുമ്പോൾ എനിക്ക് എളുപ്പമുണ്ടല്ലോ. രാവിലെ എഴുന്നേറ്റിപ്പോൾ എനിക്ക് ചൂടാക്കിയാൽ മതിയായിരുന്നു. അപ്പം പെട്ടെന്ന് ചെയ്യട്ടെ. എന്നിട്ട് 5:15 ഇറങ്ങണം. ഡോപ്പിനെ വിളിച്ച് ട്രെയിനിനാണ് പോകുന്നത്. പിള്ളേരെ എഴുന്നേറ്റിട്ടില്ല. ഡോപ്പിനെ കുറച്ച് കഴിഞ്ഞ് പോയി വിളിക്കണം. ഇവിടെ ഏറ്റവും ഇഷ്ടമുള്ളൊരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഡലിയും അതുപോലെ തക്കാളിയുടെ ചട്നിയാണ് കേട്ടോ. പിന്നെ സാമ്പാർ ഇഷ്ടമാണ്. തേങ്ങാ ചട്നി പിന്നെ ഡോപ്പിക്ക് മാത്രമാണ് ഒരു താല്പര്യമുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഇങ്ങനെ പുറത്തൊക്കെ രാവിലെ പോകാനുള്ളപ്പോൾ ഞാൻ തക്കാളി ചട്നിയാണ് ഉണ്ടാക്കാറ്. അതാകുമ്പോഴത്തേക്ക് എളുപ്പമാണ്. ഇപ്പം ഞാൻ ഈ ക്യാമറയിൽ ഇങ്ങനെ എടുത്തുകൊണ്ട് ഒറ്റയ്ക്ക് വഴിക്കുന്നതുകൊണ്ടേ കുറച്ച് പരന്നു പോയി. അതായത് ഇഡലിയുടെ പാത്രത്തിൻ്റെ കുഴിയുടെ പുറത്തോട്ട് പോയി. എന്ത് പറ്റിയെന്നറിയാമോ? ഇന്നലെ വൈകുന്നേരം അഡോൾഫിൻ്റെ അമ്മമ്മയുടെ അടുത്ത് പോകുമ്പോൾ വീഡിയോ എടുക്കാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പ്ലാൻ ചെയ്ത് നിന്നേ. പക്ഷേ പറ്റിയില്ല. എന്ന് വെച്ചാൽ പരീക്ഷ തുടങ്ങിയതുകൊണ്ട് റബേക്കയ്ക്ക് കുറേ വരക്കാനും എഴുതാനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അവൾ കലോത്സവം ആയതുകൊണ്ടേ കലോത്സവത്തിൻ്റെ സമയത്ത് കുറച്ചിങ്ങനെ അതിൻ്റെ പ്രാക്ടീസൊക്കെ ആയിട്ട് നടന്നുകൊണ്ട് കുറച്ച് എഴുതാനുണ്ടായിരുന്നു അവൾക്ക് കൂടുതൽ. അപ്പോൾ എനിക്ക് കുറേ എഴുതാനുണ്ട്, അപ്പോൾ നമുക്ക് നാളെ പോവാം. അതായത് ഇന്ന് ഒരു ഉച്ചവരെ ക്ലാസ്സുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഒരു ക്ലാസ് കഴിഞ്ഞിട്ട് അവർ മമ്മിയുടെ അടുത്തോട്ട് പോകും. അപ്പോൾ ഞങ്ങൾ മമ്മിയുടെ അടുത്തുനിന്ന് പൊക്കോളാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നലെ അമ്മച്ചിയുടെ അടുത്ത് പോലും നടന്നില്ല. അപ്പം ഞാനുള്ളത് രാവിലെ മുതലുള്ളത് അങ്ങ് എടുത്തേക്കാവുന്നു. തക്കാളി ചട്നി ഉണ്ടാക്കാനായിട്ട് മര്യാദക്ക് ഉണ്ടാക്കാനായിട്ട് പഠിച്ചപ്പോൾ മുതൽ പിന്നെ എവിടെയെങ്കിലും പോകുമ്പോൾ ഞാൻ ഈ തക്കാളി ചട്നി തന്നെയായിട്ട് ഉണ്ടാക്കൽ. അത് എളുപ്പമായിട്ട് നമുക്ക് ഉണ്ടാക്കാമല്ലോ. ഭാഗ്യത്തിന് അത് പിള്ളേർക്കും ഇഷ്ടമാണ്. അപ്പം അതുകൊണ്ട് എന്ത് സുഖമാണ് ഇങ്ങനെ എവിടെയെങ്കിലും പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇഡലി ആക്കാം. ഇഡലിയും തക്കാളി ചട്നിയും അതുപോലെ അല്ലെങ്കിൽ സാമ്പാറൊക്കെ ഇഷ്ടമായതുകൊണ്ട് ഞാൻ 4 തക്കാളിയായിട്ട് എടുക്കില്ല. 4 തക്കാളി എടുത്താൽ നമുക്ക് രാവിലത്തേക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ വൈകുന്നേരത്തേക്ക് കുറച്ച് ഇഡലി ബാക്കി വരും ഞങ്ങൾക്ക് കാണാമല്ലോ. അപ്പോൾ അത് വൈകുന്നേരം കഴിക്കാനും ഈ ചട്നി തന്നെ ധാരാളം. 4:30 ആകുമ്പോൾ ഡോപ്പി എണീറ്റ് വരുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ എണീറ്റിട്ടില്ല. ഞാനൊന്ന് പോയി വിളിക്കട്ടെ കേട്ടോ. ഇപ്പോഴേക്കേ നമ്മുടെ ഇഡലി ഇവിടെ ശരിയായിട്ടുണ്ട്. ഇഡലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇഡലി അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് എനിക്ക് ചട്നി ഉണ്ടാക്കണം. ഇതിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ തുറന്ന് വെച്ചാൽ ഇതിൻ്റെ ആവി പോയി കഴിയുമ്പോഴേക്കും ആ ചൂട് മാറി കഴിയുമ്പോഴേക്കും അങ്ങോട്ട് അടർത്തിയെടുക്കാൻ നമുക്ക് പെട്ടെന്ന് അടർത്തിയെടുക്കാൻ പറ്റുമല്ലോ. ഇത്രയും നേരം ഡോപ്പി എണീറ്റ് വരാത്തതുകൊണ്ട് ഞാനിവിടെ ഇങ്ങനെ കഷ്ടപ്പെട്ടല്ലേ വീഡിയോ എടുത്തോണ്ടിരുന്നത്. ഇപ്പോഴേ 4:30 മണിയായിട്ട്. അപ്പം അതിനേക്കും അബദ്ധം ചെയ്ത് കടുകിടാൻ പാടില്ല. ഇപ്പം കടുകിടാൻ പാടില്ല. കടുകിട്ടിട്ട് ആദ്യം ഇടേണ്ടത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഇട്ടിട്ട് വഴറ്റും നോക്കാം. അറിവില്ലാത്താരെങ്കിലും അറിയാവുന്നവരായിരിക്കും ഇതിനേക്കാളും കൂടുതൽ. പക്ഷെ എന്നാലും ഇതെനിക്ക് വെപ്രാളത്തിനെടുത്ത് പറ്റിക്കുന്നതാണ്. നമ്മൾ ഈ വെളുത്തുള്ളി ഇട്ടിങ്ങനെ ഇതിനകത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ വഴറ്റിയിട്ടുണ്ടല്ലോ. ഇതുപോലെ സവാളയും തക്കാളിയും കൂടി കട്ട് ചെയ്ത് വെച്ചേക്കണം കൂടി ഇട്ട് വഴറ്റും. ഉപ്പും മുളക് പൊടിയും കൂടി ഇട്ട് വഴറ്റിയിട്ട് അതങ്ങോട്ട് തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കും. എന്നിട്ടാണ് അതിനകത്തേക്ക് കടുക് പൊട്ടിച്ചത്. പിന്നെ ഇങ്ങനെ ചെയ്താലും വലിയ കുഴപ്പമൊന്നുമില്ല. ഇതിന് മുമ്പ് എനിക്ക് ഇതുപോലെ വെപ്രാളം കൊടുക്കാൻ നമുക്ക് ഇങ്ങനെ അബദ്ധം പറ്റില്ലേ, അതുപോലെ പറ്റിയിട്ടുണ്ട്. എന്നിട്ടും ചട്നിക്ക് ടേസ്റ്റ് പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ സംഭവം പെട്ടെന്നാവും, വളരെ പെട്ടെന്ന്. ഇഡലിയിലാവും, ഇഡലിയുടെ ചട്നിയിലാവും, എല്ലാം ആവും. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇഷ്ടപ്പെട്ടെ പിന്നെ 5:40 മതി നോക്കി അല്ലേ? 5:40 ഡോബി ATM കയറിയൊക്കെ ഞങ്ങൾ ഇറങ്ങി. 5:15 തൊട്ട് 5:20 ഇറങ്ങാൻ പറ്റിയത്. അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ, എന്തെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ സെറ്റ് ചെയ്തൊക്കെ വരുമ്പോൾ സമയം പോകും. കിട്ടിയോ? പൈസ കിട്ടിയാ? ലേറ്റ് ആയതെന്താ?
കാട് മാറിപ്പോയാ? ഞാൻ വിചാരിച്ചു ഇനി ഇല്ലേന്ന് വിചാരിച്ചു. ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ ഭയങ്കര തിരക്ക്. ഒരാളെ ജംഗ്ഷനാണ് ഇതല്ലേ ഡോബി? ഈ സമയത്തൊക്കെ പോകാൻ നല്ല എളുപ്പമാണ്. കുറച്ച് കഴിഞ്ഞ അവിടെ എന്ത് തിരക്കാന്നറിയോ? പോവാ നമുക്ക്. ഞങ്ങളങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തി. ദൈവമേ, വരുമ്പോ നമ്മള് കിളികളൊന്നും ഒപ്പിട്ട് വെക്കൂലല്ലോ അല്ലേ ഇവിടെ? കിളിയപ്പിടാൻ സാധ്യതയുണ്ടാ? അതെ, ഞങ്ങൾ ഇവിടെ ആട്ടോ കൊണ്ടുവന്ന് വെച്ചിട്ട് അപ്പുറത്തെ സൈഡിൽ കൊണ്ട് വെക്കാം. ഞാൻ വെക്കാം, പിടിക്കണം. ഇതാണ് തുറവൂർ റെയിൽവേ സ്റ്റേഷൻ. തുറവൂരാട്ടോ ഞങ്ങൾ വന്നിട്ടാണ്. തുറവൂരിന്നാണ് പോണേ. അതാണ് ഞങ്ങൾക്ക് എളുപ്പം. ഞങ്ങളങ്ങനെ സ്ഥിരം വന്ന് ഇവിടെ നിൽക്കുന്ന ഒരു സ്ഥലത്തെത്തിയല്ലേ. ഇപ്പം ഇവിടെയൊക്കെ കാടൊക്കെ വെട്ടിത്തെളിച്ചതേ അടിപൊളിയാക്കിയിട്ടാ. കാടൊക്കെ വെട്ടിത്തെളിച്ചത് ഭയങ്കര കാടായിരുന്നു. എല്ലാം വെട്ടി നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. ലൈറ്റൊക്കെ ഇട്ട്. തുറവൂർ റെയിൽവേ സ്റ്റേഷനിൽ അങ്ങനെ ലൈറ്റൊന്നും ഇല്ലല്ലേ? ലൈറ്റൊന്നും ഇല്ല. ഇപ്പം ലൈറ്റൊക്കെ ഇട്ട് കണ്ട സൂപ്പറാക്കി. ഞങ്ങൾ തുറവൂർ വന്നിട്ടാണ് പോണേ. പിന്നെ തിരുവനന്തപുരം പോകുമ്പോൾ അല്ലേ ഡോപ്പി? അല്ലെങ്കിൽ മാത്രമേ എറണാകുളത്തോട്ട് പോവുള്ളൂ. തിരിച്ചു വരുമ്പോഴും ഉള്ളപ്പം അത് തന്നെ ഇന്റർസിറ്റിക്കാണ് പോണത്. ശരിക്കും നിർത്തും അല്ലേ? 5:45 ശരിക്കും ഞങ്ങള്. അല്ല, ശരിക്കും നമ്മൾ ട്രെയിനിന്റെ സമയം എത്രയാ? 5:50. 6 മണി കഴിയൂലേ? പക്ഷെ വരുമ്പോ 6 മണി കഴിയില്ല. അങ്ങനെ ഞങ്ങൾ സ്ഥിരം ഇവിടെ വന്ന് നിന്നിട്ടാണ് കയറുന്നത് അല്ലേ? അതെ. അടിപൊളിയല്ലേ വിളിച്ചോ? ഇവിടെ 6 മണിക്ക് അങ്ങനെ നമ്മൾ വണ്ടി വന്നത്. സ്പെഷ്യൽ വട അല്ലേ? നല്ല ചൂട് വട. സാധാരണ ട്രെയിനിൽ നിന്ന് വട കഴിക്കാൻ നമുക്ക് വലിയ ഇഷ്ടമില്ല. പക്ഷെ ഇവിടെ നിന്ന് ഇങ്ങനെ വരുന്ന ഇൻട്രസ്റ്റിൽ കിട്ടുന്ന നല്ല ചൂട് വട. ചട്നി മേടിച്ചില്ല? പിന്നെ ഉണ്ടാവും. ചായ ഉണ്ട്. വർക്കല എത്തിപ്പോയി. ആദ്യമായിട്ടല്ലേ വർക്കല വന്നിറങ്ങണ? ആദ്യമായിട്ടല്ലേ? വർക്കല വന്നിട്ടുണ്ടല്ലേ നമ്മള്? വന്നിട്ടുണ്ട്. മറ്റേ നമ്മുടെ റിസോർട്ടിൽ വന്നത്, കോക്കനട്ട് ഗ്രോവിൽ വന്നു അല്ലേ? ട്രെയിനിൽ വന്ന് ആദ്യമായിട്ടാണ് വർക്കല വന്നത്. എപ്പോഴും ഇതിൽ പോകുമ്പോൾ ഈ വർക്കല സ്റ്റേഷൻ കാണുമ്പോൾ എനിക്ക് വർക്കല സ്റ്റേഷൻ ഇഷ്ടമാണ്. നീറ്റാണ്. ഭയങ്കര വിശ്വാസമാണല്ലേ? സ്റ്റെപ്പ് കയറിയിട്ടേ കഥിക്കണം. എനിക്ക് ഭയങ്കര പാടാതെ തിരിച്ചു ഇവിടെ തന്നെ അപ്പുറത്താണ് ഇറങ്ങേണ്ടത്. സെയിം പ്ലാറ്റ്ഫോമിന്റെ താഴെ വന്ന് മണ്ടന്മാര് അങ്ങോട്ട് പോയിനി. അയ്യോ, ഒരു പിടുത്തവും കിട്ടുന്നില്ലേ? ഒരു പിടുത്തവും കിട്ടുന്നില്ലേ? ഇവിടെ വന്ന് ഇറങ്ങി എന്താ സംഭവിച്ചെന്ന് മനസ്സിലാവണില്ല. വന്നടുത്ത് തന്നെയാണ് നമ്മളെ പോലത്തെ പൊട്ടന്മാര്. എന്റെ ദൈവമേ, ഈ സൈഡിൽ വന്നിട്ട് ഇവിടെ നിന്ന് വീണ്ടും കയറാം. അതെന്താണെന്ന് മനസ്സിലാവില്ല. ഇത് എവിടെ മോശങ്ങളോടെ ഞാനെടുക്കാം. ഇത് ശരിക്കുള്ള സ്ഥലത്തേലും അല്ലേ? ഇത് ശരിക്കുള്ള സ്ഥലത്തേലും. നല്ലൊരു ഹോട്ടലിൽ പോയിരുന്ന് കയറി അവിടെ ഇരുന്നിട്ടാ. അവിടെ വാഷ്റൂം ഇല്ലെന്ന കാര്യങ്ങൾ ഇറങ്ങിപ്പോകുന്നു. അതായത് വാഷ്റൂം ഇല്ലെന്ന്. നല്ല ഹോട്ടലായിരുന്നു തന്നെ. അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നേക്കണം. എന്നിട്ട് ഇവിടെ വന്നിരിക്കണം.
ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുവിടാൻ ചെയ്ത 10:30 ആകുമ്പോൾ ചെല്ലാൻ പറഞ്ഞതുകൊണ്ടേ ഞങ്ങളിവിടെ ഇങ്ങനെ പോസ്റ്റായിട്ട് പോകാൻ പോകണം. ബസ് സ്റ്റാൻഡിൽ നിന്നൊരു 7 കിലോമീറ്റർ ഉണ്ടോ 10 രൂപ പോയിന്റ്. അതിപ്പോഴല്ല പഠിക്കുന്ന സമയത്ത് ഞാൻ ഹൈക്കോടതി കൂടെ അവതരിക്കണം. കോളേജ് ബസ്സിലാണ് പോകുന്നത്. ഞാൻ ആൽബസിൽ നിന്ന് ഹൈക്കോടതി പോയിട്ട് അവിടെ ഞങ്ങൾ ഇവിടെ വന്ന് ഇറങ്ങിയിട്ട് നടന്നു പോകട്ടെ. ഇവിടുന്ന് കാറിനാണെങ്കിൽ 1 മിനിറ്റ് തന്നെ കാണുന്നില്ല. കാറിനാണെങ്കിൽ 1 മിനിറ്റും നടക്കാനാണെങ്കിൽ ഇത്ര മിനിറ്റ് ഉണ്ടെന്ന് കണ്ടില്ല. അപ്പോൾ ഞങ്ങൾ നടന്നു പോവാണ്. ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നാളെ 1 മണിക്ക് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടല്ലേ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ലൈക്ക് ബട്ടണില്ല, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. പറഞ്ഞത് ഞാൻ ഇവിടെ തട്ടി വീഡിയോ. അയ്യോ. ബൈ 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 ബൈ.